ഹായ്, ഇന്ന് സർവീസിനായി എടുത്തിട്ടുള്ളത് ക്രൗൺ STI 4000 എന്നൊരു മോഡലാണ്. ഇത് പവർ ഓണാവാത്ത അവസ്ഥയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ SMPS പ്രൊട്ടക്ഷനിലേക്ക് പോവുകയാണ്. കാരണം നമ്മുടെ ആംപ്ലിഫയർ സൈഡിൽ ഷോർട്ടാണ്. ഇതിനകത്ത് ആംപ്ലിഫയർ സെക്ഷൻ 2വിൻ്റെ സ്റ്റെപ്പ് ഡ്രൈവർ സെക്ഷൻ നോക്കിയപ്പോൾ അവിടുത്തെ ഓഫ്സെറ്റ് ഷോർട്ടായിട്ടാണ് കണ്ടത്. IRF 260 എന്ന നമ്പർ. അതിൽ കൂടാതെ തന്നെ സ്റ്റെപ്പ് ഡ്രൈവർ സെക്ഷനകത്ത് നമുക്ക് കുറേ SMD കമ്പോണൻസുകൾ ബ്ലാസ്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. അതിനകത്ത് SMD ട്രാൻസിസ്റ്റർ ഉണ്ട്, 2 ICകൾ ബ്ലാസ്റ്റാണ്, സ്റ്റെപ്പ് ഡ്രൈവ് ചെയ്യുന്ന ICകൾ ബ്ലാസ്റ്റാണ്. അപ്പം ഇതാണ് നമ്മൾ ഇവിടുന്ന് കിട്ടിയ സ്റ്റെപ്പ് ഡ്രൈവർ സെക്ഷനിൽ നിന്ന് കിട്ടിയ മോസ്ഫെറ്റാണ്, ഷോർട്ടാണ്. ഇതിൽ നിന്ന് ഞാൻ അയച്ചെടുത്ത മോസ്ഫെറ്റാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ആംപ്ലിഫയർ സെക്ഷനിലും 2 ട്രാൻസിസ്റ്ററുകൾ ഷോർട്ടായി കിട്ടി. ഡ്രൈവർ സെക്ഷനിലെ MJE 150, 133, 132 എന്നീ നമ്പറിലുള്ള 2 ട്രാൻസിസ്റ്ററുകൾ ഷോർട്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന IC ബ്ലാസ്റ്റ് ആയിരിക്കുകയാണ്, SMD ട്രാൻസിസ്റ്റർ ബ്ലാസ്റ്റാണ്. അതേപോലെ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും കമ്പോണൻസുകൾ നമുക്ക് കിട്ടും, SMD കമ്പോണൻസുകൾ ഷോർട്ട് കാണാൻ സാധ്യതയുണ്ട്. അപ്പം നിലവിൽ ഇതൊക്കെയാണ് ഷോർട്ടായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് വിഷ്വലി കാണാൻ പറ്റിയത് ഈ 2 ട്രാൻസിസ്റ്റർ ഡ്രൈവർ സെക്ഷനിൽ നിന്ന് റിമൂവ് ചെയ്തതാണ്. MJE 150, 32, 33 2 നമ്പറുകൾ, രണ്ടും ഷോർട്ട്. നമുക്ക് വിഷ്വലി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കഞ്ഞാത്ത് തൊട്ട് കാണിക്കുന്ന പോയിന്റിൽ നിന്നാണ് അത് റിമൂവ് ചെയ്തത്. അപ്പം അവിടെ ഇതിനുള്ളിലായിട്ടാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഹീറ്റ് സിങ്കിന് രണ്ടിൻ്റെ നടുക്കായിട്ടാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ പൊസിഷൻ വരുന്നത്. ഈ ഹീറ്റ് സിങ്കിനുള്ളിലാണ് നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരവസ്ഥയിലാണ് നമുക്ക് ഇത് ആംപ്ലിഫയർ കിട്ടിയത്. അപ്പം ഞാനിത് ആദ്യം ചെക്ക് ചെയ്ത് കിട്ടിയ ഫാൾട്ടുകളാണ് ഇപ്പം കാണിച്ചത്. നമുക്ക് വിഷ്വലി തന്നെ നമുക്ക് ഈ ട്രാൻസിസ്റ്ററുകൾ രണ്ടും പാസ്റ്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് MJE 32, 33 എൻ്റെ പഴയത് ഉണ്ടായിരുന്നു, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. നമുക്ക് സ്റ്റെപ്പ് ഡ്രൈവർ സെഷൻ ഒന്നുകൂടെ വിശദമായിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ 2 സൈഡിലെയും സ്റ്റെപ്പ് ഡ്രൈവ് ICകൾ റീപ്ലേസ് ചെയ്തു, ICകൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രാൻസിസ്റ്ററുകൾ ചെക്ക് ചെയ്ത് ഷോർട്ട് കാണിച്ചു. ട്രാൻസിസ്റ്റർ 2 സെനർ ഡയോഡ്, പൊസിഷന് സെനർ ഡയോഡായിരുന്നു, 2 അവിടെ സെനർ ഡയോഡിൻ്റെ പൊസിഷനായിരുന്നു. ഒരു 4 ട്രാൻസിസ്റ്ററുകളും ഏകദേശം ഒരു 3 16 വോൾട്ടിൻ്റെ സെനർ ഡയോഡുകളാണ് SMD അവിടെ കിടന്നിരുന്നത്, അതും ഷോർട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ബോർഡിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി റിമൂവ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം ബോർഡിൽ നിന്ന് SMD കമ്പോണൻസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന് ഈ പുതിയ സ്പെയർ വാങ്ങിച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്യണം. അപ്പം ഈ ഇത്രയും കമ്പോണൻസാണ് ഞാൻ ചെക്ക് ചെയ്ത് എനിക്ക് ഫാൾട്ടായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് പുതിയ കമ്പോണൻസ് ഓർഡർ ചെയ്ത് ഞാൻ വരുത്തിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഡ്രൈവർ IC ആണ്. അതേപോലെ IRF ട്രാൻസിസ്റ്ററുകൾ, പിന്നെ 16 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണ് SMD. പിന്നെ അവിടെ നമ്മുടെ SMD ട്രാൻസിസ്റ്ററുടെ NPNും PNPയും എല്ലാം ഇത് നന്നാക്കുന്നതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ റീപ്ലേസ് ചെയ്തു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം ഫുള്ള് റീപ്ലേസ് ചെയ്ത് എല്ലാം ഫിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ടെസ്റ്റിങ്ങിലേക്ക് പോവുകയാണ്. സെറ്റ് ഫുള്ള് ബോർഡ് നമ്മുടെ ക്യാബിനിൽ അസംബിൾ ചെയ്തു. ഇനി നമുക്ക് ഇത് പവർ ഓൺ ആക്കി ടെസ്റ്റിംഗ് വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത കമ്പോണൻസുകളെല്ലാം ഞാൻ കാണിച്ചായിരുന്നു. അപ്പം വീഡിയോ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചേർത്തിക്കുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ